നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കൊന്ന് പാകിസ്ഥാനിലേക്കൊന്ന് പോവാം. കൊടും ഭീകരനെന്ന് ലോകരാജ്യങ്ങൾ ലോകം തന്നെ മുദ്രകുത്തിയ ഹഫീസ് സയ്യിദ് അല്ലേ? ഹഫീസ് സയ്യിദ് നമ്മുടെ 2025 ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ആ കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രവർത്തിച്ച സൂത്രധാരൻ. 2020 മുതൽ പാക് സെൻട്രൽ ജയിലിൽ, ലാഹോറിലെ സെൻട്രൽ ജയിലിലാണ് ഇദ്ദേഹം വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് നടത്തിയതിന് പിടിച്ച് പാകിസ്ഥാൻ സർക്കാർ പിടിച്ചകത്തിട്ടിരിക്കുന്നു. അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ എന്നൊക്കെയാണ് അവകാശവാദം, പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ ഇയാളുടെ ഇടപെടൽ സംബന്ധിച്ച് നമ്മുടെ NIA ഇപ്പോൾ ഒരു അതിശക്തമായൊരു കുറ്റപത്രം വരെ സമർപ്പിച്ചിരിക്കുകയാണ്. ഹഫീസ് സയ്യിദിനെ ഇന്ത്യക്ക് വിട്ട് കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ, ഇന്ത്യയെ ഒപ്പം നിർത്തുന്ന രാഷ്ട്രങ്ങളുടെ ചോദ്യം എന്തായിരിക്കും അതിൻ്റെ ഒരു പുതിയ ഡെവലപ്മെന്റ്? ഈ സംഭവം, ഈ ഹാഫീസ് സയ്യിദ് ആരാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഹാഫീസ് സയ്യിദ് ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിലാണെന്നൊക്കെ പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. അതിനകത്ത് നമുക്കറിയാം പാകിസ്ഥാൻ ഏതെങ്കിലും കാര്യത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ജയിച്ചു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇന്ത്യ തോറ്റു, ഞങ്ങൾ ജയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ്റെ വാക്കുകൾക്ക് എത്ര വിശ്വാസ്യതയുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ ഹഫീസ് സയ്യിദ് എന്ന് പറയുന്നത്, ഹഫീസ് സയ്യിദിൻ്റെ പേര് നമ്മൾ എപ്പോഴാണ് കേട്ടു തുടങ്ങുന്നത്? 2008 നവംബർ 26/11/2008 മുംബൈ ഭീകരാക്രമണത്തോടു കൂടിയാണ് ഹാഫീസ് സയ്യിദിൻ്റെ പേര് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. ഹാഫീസ് സയ്യിദാണ് ഇതിൻ്റെ സൂത്രധാരൻ. ആരാണ് ഹാഫീസ് സയ്യിദ്? ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപകനും ഇപ്പോഴത്തെ അതിൻ്റെ തലവനുമാണ് ഹാഫീസ് സയ്യിദ്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു സഹോദര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുകയും അതിൻ്റെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അതിൻ്റെ പ്രധാന കമാൻഡറാണ് ഈ മസൂദ് അസർ. നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ, ജയിലിൽ കിടക്കുകയായിരുന്ന കൊടും ഭീകരനെ അവസാനം ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അത് ഇരിക്കട്ടെ, മസൂദ് അസറിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്, ഹാഫീസ് സയ്യിദിൻ്റെ കാര്യമാണ്. ഈ ഹാഫീസ് സയ്യിദ് 2020 മുതൽ ജയിലിലാണ് എന്ന് പറയുമ്പോൾ, ഈ ജയിലിൽ വെച്ചാണോ ഹാഫീസ് സയ്യിദ് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ആസൂത്രണം നടത്തിയത്, ഗൂഢാലോചന നടത്തിയത്? അങ്ങനെയാണെങ്കിൽ പാക് സർക്കാരും പ്രതിയാവും, അല്ലേ? പാകിസ്ഥാനിൽ ISI ആണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇയാൾ പാക് സർക്കാരിൻ്റെ തടവിൽ കഴിയുകയാണെങ്കിൽ, പാക് സർക്കാരിൻ്റെ തടവിൽ കഴിയുന്ന ഹാഫീസ് സയ്യിദ് പഹൽഗാം കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി അത് നടപ്പാക്കി എന്ന് പറയേണ്ടി വരും. അത് പാകിസ്ഥാൻ സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഈ പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധരായ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം ഭയക്കുന്ന ഒരു ഗ്രൂപ്പാണ് അജ്ഞാതർ എന്ന ഗ്രൂപ്പ്. അതെ. അപ്പം ഈ അജ്ഞാതരെ ഭയന്നാകും ഹാഫീസ് സയ്യിദിനെ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ഹാഫീസ് സയ്യിദിന് ഇപ്പോൾ മറ്റൊരു ഇതും കൂടിയുണ്ട്. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടന ആണല്ലോ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പഹൽഗാമിലെ. അതിൽ പിന്നെ 3 പേരാണ് ഇതിൽ പങ്കെടുത്തത്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ മേധാവിയും ഹാഫീസ് സയ്യിദാണെന്നാണ് NIA പറയുന്നത്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഹാഫീസ് സയ്യിദിന് ലഷ്കർ ഇ തോയ്ബ എന്ന നിരോധിത ഭീകര സംഘടന കൂടാതെ മറ്റൊരു പുതിയ സംഘടന കൂടി ഉണ്ട്, അതിൻ്റെയും കൂടി തലവനാണ് ഹാഫീസ് സയ്യിദ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ജയിലിലാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ജയിലിൽ കിടന്നും അയാൾ നിർബാധം സ്വച്ഛന്തം ഈ ഭീകരപ്രവർത്തനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആസൂത്രണം ചെയ്യുകയാണ് എന്നല്ല. ഇപ്പം എന്തായാലും NIA ഇയാളെ പ്രതി ചേർത്ത് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് പിന്നെ ജമ്മു കോടതിയിലാണ്. അത് നേരത്തെ ആദ്യം ഒരു കുറ്റപത്രം കൊടുത്തു, 1597 പേജുള്ള ഒരു പ്രധാന കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ കുറ്റപത്രം, അഡീഷണൽ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നമ്മൾ ഈ 26/11 കഥയൊക്കെ പറഞ്ഞു, പക്ഷേ അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഹാഫീസ് സയ്യിദിനെ ഇന്ത്യക്ക് കൈമാറണം എന്ന് നമ്മളിങ്ങനെ ആവശ്യപ്പെടുന്നതല്ലാതെ വളരെ ദുർബലമായൊരു ആവശ്യമായിരുന്നു. 2014 ശേഷമാണ് ഈ അതും 2014 ശരിക്കും പറഞ്ഞാൽ 2016 നോട്ട് നിരോധനത്തിന് ശേഷമാണ് തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും എതിരായ നമ്മുടെ സൈനിക നടപടി എന്ന് തന്നെ പറയാം അത് കടുപ്പിച്ചത്. സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും ഇതിൽ ഈ പിന്നെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് നേതാവ് ഇയാളെ കൂടാതെ നമ്മുടെ
ഹാഫിസ് സെയ്ദിനെ കൂടാതെ ഈ 2025 ജൂലൈയിൽ പിന്നെ ജൂലൈയിൽ ഒരു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സൈനിക നടപടി ഉണ്ടായിരുന്നു. ആ സൈനിക നടപടിയിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. അതായത് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടത്, ഈ ആക്രമണം നടത്തിയത് 3 പേരാണ്. അവരുടെ പേരുകൾ ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി. ഈ 3 പാകിസ്ഥാനികളാണ് ഇവിടെ നുഴഞ്ഞു കയറി പഹൽഗാമിൽ 25 നമ്മുടെ സിവിലിയന്മാരെ, ഒരു കുതിരക്കാരനെയും അടക്കം കൊന്നത്. ഈ കുതിരക്കാരനെ കൊന്നത്, കുതിരക്കാരൻ ഇത് തടയാൻ പോയപ്പോൾ കൊന്നതാണെന്ന് പറയുന്നു. അല്ല, ഈ കുതിരക്കാരനെ ഇവർ അബദ്ധത്തിൽ കൊന്നുപോയതാണെന്ന് പറയുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഇതിൽ ഈ ഹംസ അഫ്ഗാനി എന്ന് പറയുന്ന ആ ഭീകരനാണ് 2025 ജൂലൈയിൽ നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ വധിക്കപ്പെട്ടത്, നമ്മുടെ സൈന്യം വധിച്ചത്. അതുപോലെ തന്നെ ഈ TRF ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ നേതാവ് സാജിദ് സൈഫുള്ള ജാട്ട്, ഇയാൾക്ക് മറ്റൊരു പേരുണ്ട് ലങ്കട. ഇയാൾ മുടന്തനാണ് എന്ന് പറയപ്പെടുന്നു, ലങ്കട. അതുപോലെ ഇവർക്ക് ഒളിത്താവളം ഒരുക്കിയ ബഷീർ അഹമ്മദ് ജോദാട്, പർവേസ് അഹമ്മദ്, ഇവരൊക്കെ കേസിലെ പ്രതികളാണ്. ഇവരെല്ലാം NIA-യുടെ കുറ്റപത്രത്തിലുണ്ട്. വീടുകളൊക്കെ ഇടിച്ചു നിർത്തി. അതിൽ ഇവരൊക്കെ പിടിയിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബഷീർ അഹമ്മദ് ജോദാട്, പർവേസ് അഹമ്മദ് ഒക്കെ പിടിയിലാവുകയോ ഇല്ലെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത. ഈ സാജിദ് ഭട്ട് ആണ് പാകിസ്ഥാനിൽ ഇരുന്നത് നിയന്ത്രിച്ചത്. നിയന്ത്രിച്ചതിന് പ്രത്യേക ആപ്പെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ആപ്പ് ഉപയോഗിച്ച് ഈ പഹൽഗാമിലെ ബൈസരൻ വാലി, ബൈസരൻ പുൽമേട്, ആ പുൽമേടിൻ്റെ കൃത്യമായ ലൊക്കേഷനും ചിത്രങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അയച്ചു കൊടുത്തത് വെച്ചിട്ട് ഇയാൾ അവിടെ ഇരുന്ന് ഈ 3 പേർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഈ 3 പേരും ചൈനീസ് നിർമ്മിത ഷവോമി ഫോണുകളാണ് ഉപയോഗിച്ചത്. ആ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. ഇത് പാകിസ്ഥാനിൽ വിറ്റതാണെന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വെറുതെ ഒരാളിനെ പിന്നെ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കുകയോ നമ്മൾ വെറുതെ ആരോപിക്കുകയോ ചെയ്യല്ല. കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഇന്ത്യ ഈ കാര്യങ്ങൾ ഫയൽ ചെയ്യുന്നത്. അപ്പം ഈ ഫോൺ ഇവർക്ക് വാങ്ങിച്ചതാര്, വിറ്റതാര്, അതിൻ്റെ ബില്ല് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഫോൺ ഉപയോഗിച്ചാണ് ഇവർ ഈ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട്, അതിർത്തിക്ക് അടുത്തായതുകൊണ്ട് പാകിസ്ഥാനിൽ കൊണ്ട് ഇവരെ നിയന്ത്രിച്ചത് ആ ഫോണിലൂടെയാണ്. ഇവർ ഏപ്രിൽ 21 തന്നെ, അതായത് ഏപ്രിൽ 22 ഈ ആക്രമണം നടക്കുന്നത്, പഹൽഗാം കൂട്ടക്കൊല നടക്കുന്നത്. 21 വൈകിട്ട്, 21-22 2 ദിവസങ്ങളിലായിട്ടാണല്ലോ ഇവർ പർവേസ് അഹമ്മദിൻ്റെ കുടിലിലെത്തി. എന്നിട്ട് അവിടെ 5 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് ഇവർ ഈ അമർനാഥ് തീർത്ഥാടനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടിയതെല്ലാം ഇവർക്ക് കൈമാറി പർവേസ് അഹമ്മദ്. പിന്നെ അവിടെ നിന്നാണ് ഇവർ നേരെ ഇങ്ങോട്ട് വരികയും ബൈസരൻ പാർക്കിന് വെളിയിൽ വന്ന് അവരവിടെ ഒളിച്ചിരുന്നു. പിന്നീട് അവിടെ ഈ വിനോദസഞ്ചാരികൾ വന്നപ്പോഴാണ് ഇവരെ ആക്രമിച്ചതും. അപ്പോൾ അവർ രാത്രി മുഴുവനും അവിടെ സുരക്ഷിതമായിട്ട് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ കിട്ടി. ഇതെല്ലാം ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. കൊടുങ്കാടാണ്. ഇതിന് ചുറ്റും, ഈ പുൽമേടിന് ചുറ്റും കാടാണ്. അല്ല, ഞാനവിടെ 2-3 വർഷം മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ടൂർ ഓപ്പറേറ്റർമാരെ നമ്മൾ കൊണ്ടുപോകും. വളരെ ഒറ്റപ്പെട്ട, അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാനേ പറ്റും. ആദ്യം വലിയ റോഡ്, മിലിറ്ററി ട്രക്കുകൾ പോകുന്ന ശ്രീനഗറിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്നും ഈ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാനുള്ള ഹെലിപ്പാഡൊക്കെ തയ്യാറാക്കിയിട്ടിരിക്കുന്ന ദേശീയപാതയുണ്ട്. ഈ ദേശീയപാതയിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഒരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ റോഡ് എൻഡ് ഇവിടെയാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ടൗൺ പോലെയുണ്ട്. ഒരു സ്റ്റുഡിയോ, ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടാവും, ഒരു ഹോട്ടൽ ഉണ്ടാവും, നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ, അങ്ങനെ കുറച്ച് കടകൾ. പിന്നെ എല്ലാം ഈ കുതിരക്കാരുടെ ഈ സ്ഥലങ്ങളാണ്, കടകളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യം പോകുന്നത്, അപ്പോൾ കുതിരപ്പുറത്ത് പോകാം എന്ന് പറയുന്നു. ഒരു കുതിരയ്ക്ക് 10,000 രൂപ വരെ ഈടാക്കും. ഒരു കഴുത്തറപ്പൻ ഇതാണ് അവിടുത്തെ. അവസാനം നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു എമൗണ്ട് കുറയ്ക്കും. കാരണം ഒരാൾക്കൊരു കുതിരയെ പാടുള്ളൂ. അല്ലാതെ ഒരു കൊച്ചു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്കും ഒരു കുതിര. ഈ 2-3 കുതിരയ്ക്ക് കൂടെ ഒരാൾ കൂടെ കാണും. ഈ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നടന്ന്. അപ്പം എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു, അല്ല എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം. അപ്പം ഞാനും മനസ്സിലായി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അവർ ഇത് പറ്റില്ല, നൈസാബ് നൈ ഹോഗി എന്നൊക്കെ ഹിന്ദി പറയുന്നുണ്ട്. അപ്പം നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ ഡ്രൈവർ, നമ്മളെ കൊണ്ടുപോയ ക്യാബിൻ്റെ ഡ്രൈവർ കശ്മീരിയാണ്.
പുള്ളി പറയുന്നു സബത് അവർ പറയും വില കുറച്ച് പറഞ്ഞാൽ മതി, അവർ ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കാം എന്നൊക്കെ ഹിന്ദി പറയും. അതനുസരിച്ച് ഞങ്ങൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഈ കുതിര പോയിന്റിൽ നിന്നും ടാർ റോഡ് ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നടന്നാൽ പോരായിരുന്നോ, നടന്ന് കയറായിരുന്നല്ലോ. ഇത് പെട്ടെന്ന് നമ്മുടെ ഈ ചെറിയ മുടുക്കെന്നൊക്കെ പറയില്ല, ചെറിയ ലൈൻ, ഈ ടാർ ചെറിയ, അതായത് നമ്മുടെ സ്കൂട്ടർ മാത്രം പോകുന്ന വഴികളുണ്ടല്ലോ, ഊടുവഴികൾ, അതുപോലെ ഊടുവഴി കൂടെ ഇങ്ങനെ ഈ പൈൻമരത്തിന് മേലേക്ക് കയറും. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. കാരണം കുതിരപ്പുറത്തല്ലാതെ പോകാൻ പറ്റില്ല, കുതിരയ്ക്ക് പോകുന്ന വഴിയുള്ളൂ. അതെ, ഈ കുതിര കയറി ചെന്നൊരു ഹോട്ടൽ, ഒരു ചെറിയ ചായക്കട, അവിടുന്ന് ഓരോരോ പോയിന്റുകൾ കണ്ടാണ് നമ്മൾ ഈ അവസാനം നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ ബൈസലൻ വാലിയിൽ അവിടെ എത്തുന്നത്. മിനി സ്വിറ്റ്സർലൻഡ് ശരിക്കും പറഞ്ഞാൽ അവിടെ മൊത്തം പുൽത്തകടിയാണ്, ഒരു വലിയ ഗ്രൗണ്ട്. ഈ കുതിര നമ്മളെ കൊണ്ടുപോകുന്നത് വളരെ രസകരമാണ്. ദൂരെ പിന്നെ മഞ്ഞ് മലകളുണ്ട്, കാശ്മീർ മലനിരകളുണ്ട്, അവിടുന്ന് ഫോട്ടോ എടുക്കാം. സ്വിറ്റ്സർലൻഡ് പോലെയാണ്. അവിടെ നിന്ന് വലിയൊരു പാർക്ക് പോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്, ചെറിയ കൊച്ചു പെട്ടികൾ. അവിടെ നിന്ന് നമ്മൾ ഈ കുതിര നമ്മൾ കുതിര ഓടിക്കുകയല്ല, ഈ കുതിര നമ്മൾ കുതിര ചുമ്മാ, കുതിരയ്ക്ക് മറ്റേ ഗൈഡും വേണ്ട, കുതിരാവാലയും വേണ്ട, ഈ കുതിര നമ്മളെ കൊണ്ടങ്ങ് പോകും. നമുക്ക് കാരണം ഇത് കൊക്കയിൽ അതിഴുക, ഞങ്ങൾ ഈ കുതിര നമ്മൾ തള്ളിയിടുമോ? ഈ കുതിര തിരിച്ചവിടുന്ന് ഒരു ഇറക്കമാണ്. ഈ ഇറക്കം ഒരു 1.5 മണിക്കൂർ ഇറങ്ങണം. അതായത് നമുക്ക് ബുദ്ധിമുട്ടാണ് കുതിരപ്പുറത്ത് ഇരിക്കാനാണ്. പക്ഷേ ഈ കുതിര അതിൻ്റെ സ്ഥിരം ഒരു വഴിയുണ്ട്, ഊട് വഴി കൂടി ഇങ്ങനെ നമ്മൾ. പക്ഷേ ശ്വാസം നമ്മളെ മക്കളൊക്കെ സേഫ് ആണോ, അവരെ കുതിരയുണ്ടോ, അവർ പറയെ വരുന്നുണ്ടോ, നമ്മൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, വയസ്സായ ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല. ഈ വയസ്സായ ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ, പുരുഷന്മാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടിയ സ്ത്രീകൾക്കൊന്നും പറ്റില്ല. കാരണം ഈ കുതിര അങ്ങനെ ദുർഘടമായ ഇത് കൊണ്ട് നമ്മൾ താഴെ കൊണ്ടുവിടും. അപ്പോൾ ഇവിടെയാണ് അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാഷ്വാലിറ്റി കൂടി. എങ്ങോട്ട് രക്ഷപ്പെടും? താഴെ കൊക്കയാണ് ഒരു സൈഡ്. ഈ കുതിരയ്ക്ക് പോയി വളരെ കൃത്യമായ ട്രാപ്പ് ചെയ്ത് തട്ടിയത് കയറി വരട്ടെ, കാരണം ഇവർക്ക് രക്ഷപ്പെടാനായിട്ടാണ്. ഇതിന്റെ ബാക്കിലേക്ക് വലിയ കാടാണ്, പൈൻമരങ്ങളുടെ കാടാണ് ഇവർക്ക്. പിന്നെ അങ്ങോട്ട് വലിയ നമ്മുടെ കൊടുങ്കാട്. അപ്പൊ ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മിലിറ്ററി അറ്റാക്ക് വല്ലതും ഉണ്ട്. മിലിറ്ററി ഏരിയ എനിക്കറിയില്ല, കാരണം അവിടെ മിലിറ്ററി പോലീസൊന്നും ഇല്ല അവിടെ. നമ്മൾ ചെല്ലുമ്പോഴൊന്നും താഴത്തെ ബേസ് പോയിന്റിൽ മറ്റേ മിലിറ്ററിയോ പോലീസ് സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങ് കയറി വരുന്തോറും പാത ദുർഘടമാകുകയാണ്, തിരിച്ചിറങ്ങാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി ചില സമയം തോന്നിപ്പോകും. കാരണം ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷേ ഇത് ഇത്രയും കുതിരപ്പുറത്ത് കയറിയാലേ താഴെ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവർ നമ്മൾ ട്രാപ്പ് ചെയ്യായിരുന്നു. വളരെ വ്യക്തമായിട്ട് ആ സ്ഥലം പഠിച്ച ഭീകരന്മാരാണ് ഇത് എക്സിക്യൂട്ടീവ്. ആസൂത്രണത്തോടെ തദ്ദേശവാസികൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു എവിടെയിട്ട് ട്രാപ്പ് ചെയ്തു. പക്ഷെ അന്ന് ആള് കുറവായിരുന്നു. അല്ലെങ്കിൽ കാരണം ഒരു സമ്മേളനം നടക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഒരു ജന്തർ മന്ദറിൽ അല്ലെങ്കിൽ ഡൽഹിയിലെ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടി സമ്മേളനം നടക്കുന്നത് പോലെ ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്, ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലമാണ്. ഇത് ചുറ്റും ഫെൻസിങ് ആണ്. ഈ കുതിരകളൊക്കെ വെളിയിൽ നിൽക്കും. നമ്മൾ തിരിച്ചു ചെന്ന് നമ്മുടെ കുതിരയെ കണ്ടുപിടിച്ച് അതിൽ കയറി താഴെ ഇറങ്ങുക. അതാണ് എൻ്റെ വഴി. പക്ഷെ അത്രയും പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ കേസ് വിചാരണ നടത്തി ഇയാളെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച് ഇയാളെ അറസ്റ്റിലായാൽ ഇയാളെ ഇവിടെ ഹാജരാക്കി വിചാരണ നടത്താം. പക്ഷേ പിടികിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച് ഇയാൾക്കെതിരായ ഒരു ശിക്ഷ അങ്ങ് വിധിക്കും. അത് വധശിക്ഷയാണെന്നിരിക്കട്ടെ, നമ്മളതെങ്ങനെ നടപ്പാക്കും? അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഇന്ത്യക്ക് അമേരിക്കയുടെ സഹായം തേടേണ്ടി വരും എന്ന പ്രതീക്ഷയാണ് അമേരിക്ക. ഇന്നത്തെ നിലയ്ക്ക് അമേരിക്കയുടെ സഹായം ഇന്ത്യ തേടുമോന്ന്, കാരണം പാകിസ്ഥാനുമായിട്ട് സാമ്പത്തികപരമായിട്ടും വാണിജ്യപരമായിട്ടൊക്കെ ടൈപ്പുള്ള രാജ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്കയുടെ സഹായം ഈ കാര്യത്തിൽ തേടാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവർ പറഞ്ഞു ഹാഫിസ് സയ്യിദിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലാണ് പാക് സർക്കാർ. സത്യത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാകിസ്ഥാനിൽ ഒരു അജ്ഞാതൻ്റെ വിളയാട്ടം, ഒരുപാട് ഭീകര നേതാക്കൾ കൊല്ലപ്പെട്ടു. അല്ലേ? ഒരുപാട്. ഞാൻ അതിൻ്റെ കണക്കൊന്നും ഇപ്പോൾ പറയുന്നില്ല, ആൾക്കാരുടെ പേരുകളും പറയുന്നില്ല. പക്ഷെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. വാസ്തവത്തിൽ ഈ ISIയുടെ ചില പ്രമുഖരായ ആൾക്കാരുടെ മരണം പോലും സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ദുരൂഹമായി തുടരുകയാണ്. അപ്പോൾ ഈ ഹാഫിസ് സയ്യിദിനെ വളരെ കൃത്യമായിട്ട് ഇന്ത്യ മാത്രമല്ല മറ്റു പലരും, ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ നോക്കി വച്ചിരിക്കുകയാണ്. മൊസാദൊക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം.
അതുകൊണ്ടാണ് അവിടെ ഹാഫിസ് സയ്യിദിന് എന്തെങ്കിലും ഒരു പോറലേറ്റാൽ അത് പാകിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവർ വളരെ സമർത്ഥമായിട്ട് ഹാഫിസ് സയ്യിദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥയുണ്ടാക്കി ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞ് എവിടെയോ സുരക്ഷിതമായി താമസിപ്പിച്ചിരിക്കുകയാണ്. ആ താമസിപ്പിച്ചിരിക്കുന്നത് പുറത്തൊരു കാരണവശാലോ ആരും അറിയാത്ത വിധത്തിലാണ്. എന്നിട്ടും ഇടയ്ക്ക് വാർത്തകൾ വന്നു ഹാഫിസ് സയ്യിദിന് വെടിയേറ്റു, ഹാഫിസ് സയ്യിദിന് പരിക്കേറ്റ് ഹാഫിസ് സയ്യിദ് ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥകൾ വരും. ഹാഫിസ് സയ്യിദിന് ക്യാൻസർ പിടിച്ചു, ഹാഫിസ് സയ്യിദ് ഗുരുതരാവസ്ഥയിലാണ്. അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ചില പ്രമുഖരുടെ വിവാഹ വേളകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഇതുപോലെ ഭീകരന്മാർ അല്ലെങ്കിൽ അവരുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കൾ അവരൊക്കെ മരണമടയുമ്പോൾ മയ്യത്തടക്കുന്ന ഖബറടക്കുന്ന സമയത്ത് ഇതൊക്കെ പ്രത്യക്ഷപ്പെടും. ഈ രണ്ട് വേദികളിലാണ് ഇവർ വരുന്നത്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, കുറെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു. അവരുടെയൊക്കെ ഈ ഖബറടക്കത്തിന് മുന്നോടിയായി നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ ഹാഫിസ് സയ്യിദ് പങ്കെടുത്തിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പുറത്തു പറയുന്നത്. പക്ഷേ രഹസ്യമായിട്ട് ഹാഫിസ് സയ്യിദ് പങ്കെടുത്തിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഇവർ ഈ ഹാഫിസ് സയ്യിദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ രഹസ്യമായിട്ട് പാർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഫാൾസ് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വ്യാജ പ്രചാരണങ്ങൾ. ഈ വ്യാജ പ്രചാരണങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഇയാളെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവർക്കറിയാം ഒരു അജ്ഞാതൻ്റെ ആക്രമണം ഉണ്ടാകും, ഹാഫിസ് സയ്യിദ് പടമാകും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ദാവൂദ് ഇബ്രാഹിം അങ്ങനെയല്ലേ? ദാവൂദ് ഇബ്രാഹിം ഈ പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിമും പണ്ടൊക്കെ രാജേഷ് പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിം ഈ പ്രമുഖരുടെ കല്യാണം, ചില പാർട്ടികൾ, ഇതൊക്കെ വരുമ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണാനില്ല. പിന്നെ ഇയാൾ അവിടെ പോയി പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് ചോദിച്ചാൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളിങ്ങനെ ആ കല്യാണത്തിലൊക്കെ വന്ന് പങ്കെടുത്തിട്ട് മുങ്ങി, അതിൻ്റെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആൾ മുങ്ങിയിരിക്കുകയാണ്. കാണാൻ എവിടെ ഒളിപ്പിച്ചിരിക്കുന്ന ISI തന്നെയാണ്. പിന്നെ എങ്ങനെ ഇയാളെ പിടിക്കും? അതുപോലെ തന്നെയാണ് ഹാഫിസ് സയ്യിദിനെയും ISIയും പാക് പട്ടാളവും ഒക്കെ ചേർന്ന് തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്, ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ വളരെ ആസൂത്രിതമായിട്ട് ഒളിപ്പിച്ചിരിക്കുന്ന പല പ്രമുഖരായ ഭീകരവാദികളും അജ്ഞാതൻ്റെ തോക്കിനിരയായി എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാഫിസ് സയ്യിദിൻ്റെ കാര്യത്തിലും മറ്റൊരു ഇതും സംഭവിക്കും എന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ നിയമത്തിന് വഴിപ്പെടുക, നിയമത്തിന് കീഴടങ്ങുക, വിചാരണ നേരിടുക, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉചിതമായ അർഹമായ ശിക്ഷ വാങ്ങിച്ചെടുക്കുക, അല്ലെങ്കിൽ അജ്ഞാതനെ കാത്തിരിക്കുക. ഏത് നിമിഷം വേണമെങ്കിലും അജ്ഞാതൻ്റെ ആക്രമണം ഉണ്ടാകും. അതോടുകൂടി ഹാഫിസ് സയ്യിദിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഈ നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ NIA അടുത്തൊരു കുറ്റപത്രത്തിൽ ഹാഫിസ് സയ്യിദിൻ്റെ പേര് ചേർത്ത് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓർക്കണം, ഒസാമ ബിൻ ലാദനെയും നമ്മുടെ സദ്ദാം ഹുസൈനെയും ഒക്കെ ഏത് ബങ്കറിൽ പോയി ഒളിച്ചാലും പിടികൂടും എന്ന രീതിയിൽ കണ്ടുപിടിച്ചാണ്. സദ്ദാം ഇറാഖിലാണെങ്കിൽ ഒസാമ. ഇപ്പോൾ ഈ ഖമേനിയുടെ സ്ഥിതി എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അതിനു മുമ്പിരുന്ന ഈ ഹമാസിൻ്റെയും ഈ ഗാസയിൽ ഒളിച്ചിരുന്ന ആൾക്കാരുടെ പ്രമുഖരായ എല്ലാവരെയും ഇസ്രായേൽ എങ്ങനെയാണ് തീർത്തത്? ഇന്ന് ഇസ്രായേലിൻ്റെ ഉള്ളതുപോലെ അത്യന്താധുനികമായ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. അത് വേണ്ടി വന്നാൽ ഇന്ത്യ അത് ഉപയോഗിക്കും. ഇന്ത്യ ഈ രാജ്യാന്തര നിയമങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ കാണിക്കുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നാൽ ഇന്ത്യ അതിന് തയ്യാറാകും എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ വേറെ ഇതിനകത്ത് വകുപ്പൊന്നുമില്ല. മാന്യമായിട്ട് വിചാരണ നേരിടുക, അല്ലാത്ത പക്ഷം അജ്ഞാതന് വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക. ഇത് മാത്രമേ ഹാഫിസ് സയ്യിദിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ.